السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ് പാഠം 180. വൽ ഔറത്തുല്ലത്തി യജിബു സിത്റുഹാ ഫിൽ ഖൽവത്തി അസ്സൗഅത്താനി ഫഖത്ത് മിനർ റജുൽ വമാ ബൈന സുർറത്തി വറുക്ബത്തി മിനൽ മർഅ. നിഹായയുടെ ഇബാറത്താണ് ഞാൻ ഉദ്ധരിച്ചത്. അഥവാ ഖൽവത്തിലാകുമ്പോൾ, ഒറ്റക്കാകുമ്പോൾ, ആരാരും കാണാനില്ലാത്ത ഇടത്തിലാകുമ്പോൾ പുരുഷന്മാരുടെ ഔറത്ത് അവരുടെ സൗഅത്താനിയാണ്, അതായത് മുൻദ്വാരവും പിൻദ്വാരവും. സ്ത്രീകളുടെ ഔറത്ത് മുട്ട്, പൊക്കിള് അവക്കിടയിലുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ ഔറത്ത് ആരും കാണാനില്ലാത്ത ഇടങ്ങളിൽ പുരുഷന്മാർ അവരുടെ മുൻദ്വാരവും പിൻദ്വാരവും മറച്ചു വച്ചിരിക്കണം. അത് നിർബന്ധമാണ്. സ്ത്രീകൾ മുട്ട് പൊക്കിളിൻ്റെ ഇടയിലുള്ള ഭാഗം മറച്ചു വച്ചിരിക്കണം. അത് വാജിബാണ്. എന്നാൽ പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഖൽവത്തിൽ വെച്ച് ഔറത്ത് വെളിപ്പെടുത്താമോ? അതേക്കുറിച്ച് ഫത്ഹുൽ മുഈനിൽ കാണാം, വയജൂസു കശ്ഫുഹാ ഫിൽ ഖൽവ ലി അദ്നാ വർളിൻ. വല്ല ആവശ്യവുമുണ്ടെങ്കിൽ ഖൽവത്തിൽ ഔറത്ത് വെളിപ്പെടുത്തുന്നതിന് തരക്കേടില്ല. അത് ജായിസാണ്, അനുവദനീയമാണ്. ബിലാ കറാഹത്തിൻ, അവിടെ കറാഹത്തും വരുന്നില്ല. അപ്പോൾ പിന്നെ ബാത്റൂമിൽ വെച്ച് കുളിക്കുന്ന സന്ദർഭത്തിൽ ആരും കാണുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ കുളിക്കുന്നു എന്ന കാരണത്താൽ ഔറത്ത് വെളിപ്പെടുത്താമോ? വജാസ തകശ്ശുഫുൽ ലഹു, കുളിക്കാൻ വേണ്ടി ഔറത്ത് വെളിപ്പെടുത്തൽ ജായിസാണ്. ഫി ഖൽവത്തിൻ, ഖൽവത്തിൽ വെച്ച്. ഫത്ഹുൽ മുഈനിൻ്റെ ഇബാറത്താണ്. അപ്പോൾ കുളിക്കുന്ന സമയത്ത് ആരാരും കാണാനില്ലാത്ത ഇടത്തിൽ വെച്ച് കുളിക്കുന്നയാൾക്ക് കുളിക്കുക എന്ന കാരണം കൊണ്ട് തന്നെ ഔറത്ത് വെളിപ്പെടുത്തൽ ജായിസാണ് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. പക്ഷേ ഇത് പറഞ്ഞ ഉടനെ ഫത്ഹുൽ മുഈനിൽ തന്നെ കാണാം, വസ്സിത്റു അഫ്ളലു, ഔറത്ത് വെളിവാക്കി കുളിക്കൽ ജായിസാണെങ്കിൽ തന്നെയും മറച്ചു വെക്കലാണ് അഫ്ളൽ, ഔറത്ത് മറക്കലാണ് ശ്രേഷ്ഠം. കാരണം എന്താണ്? ബഹ്സ് ബിൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി തങ്ങളോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, നബിയെ, അറഅയ്ത ഇൻ കാന അഹദുനാ ഖാലിയൻ, ഞങ്ങളിൽ ഒരാൾ ഖൽവത്തിലിരിക്കുമ്പോൾ ഔറത്ത് വെളിപ്പെടുത്തുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അല്ലാഹു അഹഖു അൻ യസ്തഹീ മിൻഹു മിനൻ നാസ്, നിങ്ങളുടെ ഔറത്ത് വെളിപ്പെടുമ്പോൾ അതിനാൽ ഏറ്റവും കൂടുതൽ ലജ്ജിക്കുന്നത് നിങ്ങളെക്കാൾ അല്ലാഹുവാണ്. അതുകൊണ്ട് അല്ലാഹുവിനോടുള്ള അദബ് കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഖൽവത്തിലും ഔറത്ത് വെളിപ്പെടുത്താതിരിക്കണം, ഔറത്ത് മറച്ചു വെക്കണം, ഔറത്ത് മറച്ചു വേണം കുളിക്കാൻ. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ രീതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നതായി മുഗ്നി അടക്കമുള്ള പല കിതാബുകളിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ചുരുക്കത്തിൽ കുളിപ്പുരയിൽ വച്ച് കുളിക്കുമ്പോഴും പുരുഷന്മാരും സ്ത്രീകളുമെല്ലാം അവരുടെ ഔറത്ത് മറച്ചുകൊണ്ട് കുളിക്കുന്നതാണ് അഭികാമ്യം. അതാണ് സുന്നത്ത്, അതാണ് ശ്രേഷ്ഠകരം, അതിന് പ്രതിഫലം ലഭിക്കും എന്ന് മാത്രമല്ല, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു കുളിപ്പുരയിൽ വച്ച് ഔറത്ത് മറച്ച് കുടിക്കുക എന്ന
ആ സുന്നത്ത് പ്രത്യേകം ടാർജറ്റ് ചെയ്ത് നിർവഹിച്ചതിനാൽ അദ്ദേഹത്തിൻ്റെ ദോഷങ്ങൾ പൊറുക്കപ്പെട്ടതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്വപ്നത്തിലൂടെ സന്ദേശം ലഭിച്ചതായി നമുക്ക് കിതാബുകളിലൊക്കെ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ സുന്നത്ത് എല്ലാവരും പ്രത്യേകം മുറുകെ പിടിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.